ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വേക്ക് അപ്പ് ഡെഡ് മാൻ നൈസ് ഔട്ട് മിസ്റ്ററി എന്ന പടത്തിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ആൻഡ് ഞാൻ ഡെഫിനറ്റ്ലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് ഒരു നല്ല സൂപ്പർ ഹോളിവുഡ് പടം കണ്ടത്. ഹോളിവുഡിൽ നിന്ന് അടിപൊളി പടം കണ്ടത് കുറേ നാൾക്ക് ശേഷമാണ്. നൈസ് ഔട്ട് എന്ന് പറഞ്ഞ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. നൈസ് ഔട്ട് എന്ന ഫ്രാഞ്ചൈസിൽ ഫസ്റ്റ് പടം അടിപൊളിയാണ്, സെക്കൻഡ് പടം എനിക്ക് ഭയങ്കര ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ബട്ട് ഈ പടം ലൈക്ക് എന്താ പറയാന്നറിയില്ല ശരിക്കും പറഞ്ഞാല്. ലൈക്ക് ഒരു നല്ല പടം, നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടൊരു പടം കണ്ടിട്ട് എന്ത് പറയുന്ന ആളായെന്ന് അറിയാമോ? ലൈക്ക് ഫൈനലി ഐ സോ സം റിയലി ബ്യൂട്ടിഫുൾ ഫിലിം ഫ്രം ഹോളിവുഡ്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ ഞാൻ പറയാണ്, എനിക്ക് ഫസ്റ്റ് പടത്തിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഈ പടം. അതൊരു വലിയൊരു സേയാണ്. കാരണം ഫസ്റ്റ് പടം വാസ് ദ ബ്രില്യൻറ്റ് ഫിലിം. ആൻഡ് അതിൽ എല്ലാ പെർഫോമൻസ് ആയാലും സ്റ്റോറി ആയാലും അതിൻ്റെ സസ്പെൻസ് ആയാലും ആ ജോണർ തന്നെ അത് പ്രസൻറ്റ് ചെയ്ത രീതി, അത് ഇതുവരെയും കാണാത്ത രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആ ഒരു പ്രസൻറ്റേഷൻ സ്കിൽസ് ലൈക്ക് സമ്മതിക്കണം വെച്ചാൽ എൻ്റെ പൊന്നു എന്താ പറയാന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും തീരുക. ലൈക്ക് അടിപൊളി മാൻ. ലൈക്ക് ഈ ആ ഒരു പടത്തിനെ വെട്ടിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് ഈ പടം ആ പടത്തിന് വെട്ടിച്ചു എന്ന് തന്നെ പറയാം. കാരണം കോമഡി അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് അതെല്ലാം ഈ പടത്തിലുണ്ടായിരുന്നു. ലൈക്ക് ഈ പടം ഓഫ് കോഴ്സ് ഈ പടം ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. നോ, പക്ഷേ ഈ പടം തിയേറ്ററിൽ വന്നത് പോലുമില്ല, ഇവിടെ വന്നത് പോലുമില്ല. കാരണം നെറ്റ്ഫ്ലിക്സിന്റെ മെയിൻ അജണ്ട എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിൽ ഇറക്കാനുള്ളതാണ്. തിയേറ്ററിൽ 2 ദിവസം അവർ വിട്ട് ഓടിക്കുന്നത് എന്നറിയുമോ? അവാർഡുകൾക്ക് ഒരു ലോ ഉണ്ട്. തിയേറ്ററിൽ ഇത്രയും നാൾ ഓടിച്ചാലേ അത് അവാർഡുകൾ കിട്ടുമെന്ന് അങ്ങനത്തെ ഒരു ലോ ഉണ്ട് എന്ന് എനിക്കറിയില്ല. ബട്ട് അത് കാരണമാണ് അവരങ്ങനെ ചെയ്യുന്നത്. ബട്ട് നെറ്റ്ഫ്ലിക്സിൽ ഫൈനലി ഈ പടം വന്നു. ഒരു തിയേറ്റർ മിസ് തന്നെയാണ് ഈ പടം. കാരണം എന്ന് പറഞ്ഞാൽ ആ മാൻ ലൈക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ ശരിക്കും കുറഞ്ഞു പോകും. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുക്കണം അതുപോലും വളരെ മികച്ചതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരിക്കും ഇത്രയും ലെവലിലേക്ക് പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റോറി, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും, ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക് ആണെങ്കിലും, ഇതിൻ്റെ സിനിമറ്റോഗ്രഫി, ഇതിൻ്റെ മ്യൂസിക് എല്ലാം ലൈക്ക് ടോപ്പ് നോച്ച്. എനിക്ക് ഈ പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്നെ ഈ പടം അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. ലൈക്ക് ഒരു രീതിയിൽ തന്നെ ഈ പടം എന്നെ സർപ്രൈസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഒരു നല്ല പടമായിരിക്കും, കാരണം സെക്കൻഡ് അത്ര എത്തിയില്ല. ബട്ട് ഈ ഒരു സിനിമ ഒരു നല്ല സിനിമയായിരിക്കും എന്നാണ് വിചാരിച്ചു പോയത്. ബട്ട് മാൻ ലൈക്ക് കുറച്ച് ഇമോഷണൽ സീൻസിനൊക്കെ ശരിക്കും ഇമോഷണലാക്കി കളഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ച് നമ്മളത് ഇമോഷണലാക്കി കളയൊന്നും പറ്റും. സർപ്രൈസിങ് എലമെന്റ് ഉണ്ടായിരുന്നു. ആര് ചെയ്തു എന്നുള്ളതാണല്ലോ ഈ പടത്തിൻ്റെ മെയിൻ. അത് ആര് ചെയ്തു എന്നുള്ളത്, എങ്ങനെ ചെയ്തു, അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു, അതെല്ലാം വളരെ നീറ്റായിട്ട് പറയുക, അതെല്ലാം അങ്ങനെ പ്രസൻറ്റ് ചെയ്യുക. ലൈക്ക് അതെങ്ങനെ പറ്റണം എന്ന് എനിക്കറിയാം. ലൈക്ക് ക്രിയേറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് തന്നെ പറയാം. വളരെ ക്രിയേറ്റീവായിട്ട് ഒരു ഹൂ ഡൺ ഇറ്റ്, ആര് ചെയ്തു, ആര് കുറ്റവാളി എന്ന് പറയുന്ന ഒരു പടം ഇത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യുക. ലൈക്ക് ഒരു സിനിമാറ്റോഗ്രഫി അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സൂമിങ് ചെയ്യണ ഒരു സംഭവം, പിന്നെ കോമഡി ആണെങ്കിലും ലൈക്ക് അതിൻ്റെ ഒരു ഓവറോൾ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ എല്ലാം ശരിക്കും ടോപ്പ് നോച്ച് തന്നെയാണ് കേട്ടോ. ലൈക്ക് ഐ ലവ് ദിസ് ഫിലിം. ഐ ഹോപ്പ് എവരി വൺ വാച്ചസ് ദിസ് ഫിലിം. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും. ലൈക്ക് ഒരു മേർഡർ മിസ്റ്ററി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ്കോഴ്സ് ഈ പടം ഇഷ്ടപ്പെടും. പക്ഷേ അതിനെല്ലാത്തിനുപരി ലൈക്ക് ഫെയ്ത്തിനെ കുറിച്ച് പറയുക, റിലീജിയസിനെ കുറിച്ച് പറയുക, നമ്മുടെ ഓരോ ബിലീഫ്, നമുക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്ന കാര്യം, നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ള കാര്യം, പിന്നെ ഇതിലെ അഭിനയം. ലൈക്ക് ഇതിലെ മെയിൻ ക്യാരക്ടർ ഓഫ് കോഴ്സ് ആ ഒരു ഡിറ്റക്റ്റീവാണ്. ബട്ട് ഒരു അച്ഛനുണ്ട് ഈ പടത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസ്, ലൈക്ക് പുള്ളിക്കാരൻ ഡയലോഗ്സ് പറയുമ്പോൾ പുള്ളിയുടെ ആ ഒരു കൺവിക്ഷൻ ഉണ്ട് പുള്ളിയുടെ മനസ്സിൽ. പുള്ളി ഹൃദയത്തിൽ തട്ടി പറയുന്ന പോലെ ലൈക്ക് ഐ ലവ് ഹിസ് ആക്ടിങ്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് പുള്ളിയുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ അഭിനയിക്കുന്ന രീതി അതെത്ര ജെനുവിൻ ആണെന്ന് ശരിക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൻഡ് ഇതിലെ മെയിൻ നടൻ്റെ അഭിനയം ഓഫ് കോഴ്സ് ആ ഒരു ഡിറ്റക്റ്റീവ് വളരെ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. ലൈക്ക് ആ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആ ഒരു ക്യാരക്ടർ പുള്ളി ഫസ്റ്റ് തുടങ്ങി പിടിക്കുന്നതാണ്. പുള്ളി അത് വളരെ എൻ്റർടൈനിങ് ആയിട്ടും വളരെ ഹാർഡ് ഹിറ്റിങ് ചില സമയത്തൊക്കെ തോന്നിപ്പോവും. ആൻഡ് പുള്ളി എടുത്ത ഡിസിഷൻസ്, ആ ഒരു കഥാപാത്രം അത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നുകയും പിന്നെ അത് വേറെ റൂട്ടിലേക്ക് വിടുകയും, ലൈക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു റൂട്ട് ഈ ഒരു ക്യാരക്ടർ പോകും എന്നുള്ളതൊക്കെ. ആൻഡ് ഐ ലവ് ദിസ് ഫിലിം. ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ഈ കണ്ടതിൽ വെച്ച്. ഓഫ് കോഴ്സ് ഞാൻ വാറിയർ എന്നൊരു പടം കണ്ടിട്ടുണ്ടായി. വാറിയർ എന്ന് തോന്നുന്നു കുട്ടികളിങ്ങനെ ഓടി കൊല്ലാൻ പോണ പടം. അതും നല്ല സൂപ്പർ പടമായിരുന്നു. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് മൈ
ഫേവറേറ്റ് ഹോളിവുഡ് ഫിലിം. അപ്പോൾ F1 ഉണ്ട്, F1 സിനിമയുണ്ട്. അതുപോലെ തന്നെ ഇതും ഞാൻ കണ്ടതിൽ വെച്ചായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് ഓഫ് ദിസ് ഇയർ, ഈ വർഷത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം. ആൻഡ് ഐ ലവ് ദിസ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് എവരിബഡി വാച്ച് ദിസ് ഫിലിം. കാരണം ഒരു നല്ല സിനിമ. അത് ഓഫ് കോഴ്സ് തുടക്കത്തിലൊക്കെ എനിക്ക് കുറച്ച്, അതാണ് പറഞ്ഞത്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗല്ല, എനിക്ക് കുറച്ച് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ചില മൊമെൻറ്റ്സിലൊക്കെ എനിക്ക് കാണണമെന്ന്, ലൈക്ക് എനിക്ക് ചെറിയൊരു ലാഗൊക്കെ തോന്നും തുടക്കത്തിലൊക്കെ. ബട്ട് അത് കഴിഞ്ഞു പോയിട്ട് ഈ പടം പീക്ക് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്വിസ്റ്റ് ടേൺസ് ഒക്കെ ഉണ്ട്, ബട്ട് ഇമോഷണലായിട്ട് നമ്മൾ ഗ്രിപ്പ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും റിയലി ഡിഡ് ഇറ്റ്. അത് ഓരോ ആക്ടേഴ്സ് ആണെങ്കിലും അത് ആര് ചെയ്തു എന്നുള്ളത് തന്നെ വേറൊരു കോമഡിയാണ്. അതിലൊരു പാറ്റേൺ ഉണ്ട്. അത് സ്പോയിലാണ്, ഞാൻ പറയുന്നില്ല. ബട്ട് ആ നടനാണോ ചെയ്തത് അല്ലെങ്കിൽ ആ നടിയാണോ ചെയ്തത് എന്നൊക്കെ ഉള്ളത്. ഐ ലവ് ദിസ് ഫിലിം, ഐ റിയലി ലവ് ദിസ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് എവറിബഡി ലവ് ദിസ് ഫിലിം. ആൻഡ് ഞാൻ ഡെഫിനറ്റ്ലി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന പടമായിരിക്കും. അത് മർഡർ മിസ്റ്ററി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം ദിസ് ഇയർ, ഈ വർഷത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് പറയാൻ പറ്റുമോ, ചിലപ്പോൾ പറയാം. ബട്ട് ഐ ലവ് ദിസ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് എവരിബഡി ലവ് ദിസ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് ടു പറയാം, നാളെ കാണാം. നാളെ അല്ല, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.